السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين من تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന, വളരെയധികം ഭയപ്പെടേണ്ടുന്ന ഒരു മുന്നറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: വത്തഖി ദഅവതൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. നിങ്ങൾ മദ്ലൂമിന്റെ, മർദിദന്റെ പ്രാർത്ഥനയെ ഭയപ്പെടണം. ആ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിന്റെയും ഇടയിൽ യാതൊരു ഹിജാബുമില്ല, യാതൊരു മറയുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്ലൂം അല്ലെങ്കിൽ ളുൽമ് എന്നുള്ള വാക്കിന്റെ ളുൽമിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പദമാണ് മദ്ലൂം എന്നുള്ളത്. എന്താണ് ളുൽമ്? നമ്മളതിനെ മനസ്സിലാക്കുന്നത് ഒരു കായികമായിട്ടുള്ള ആക്രമത്തെ മാത്രമാണ്, ഫിസിക്കൽ വയലൻസിനെ മാത്രമാണ്, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടോ ഒരാളെ മർദ്ദിക്കുന്നതിനെ മാത്രമാണ് ളുൽമ് എന്ന് പലപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ളുൽമിന്റെ ഒരു രൂപമാണത്. പക്ഷെ അത് മാത്രമല്ല, ഫിസിക്കൽ വയലൻസ് മാത്രമല്ല, നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുന്നത്, ഒരാളുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നത്, ഒരാൾക്ക് നീതി നിഷേധിക്കുന്നത്, അയാളുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നത്, ഇതൊക്കെയും ളുൽമാണ്. ളുൽമ എന്നുള്ള വാക്ക് പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഷിർക്കിനെ കുറിച്ചാണ്. ഫഇന്ന ശിർക ലളുൽമുൻ അളീം. ഷിർക്ക് ഏറ്റവും വലിയ ളുൽമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഷിർക്ക് ഒരിക്കലും ഒരു ഫിസിക്കൽ വയലൻസ് അല്ലല്ലോ. അത് പിന്നെ ന്യായരഹിതമായി പ്രവർത്തിക്കുക, നീതിരഹിതമായി പ്രവർത്തിക്കുക, ശരികേട് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ എന്നുള്ളതിൻ്റെയൊക്കെ വിപരീതമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പദം കൂടിയാണ് ളുൽമ. നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരാളോടും നമ്മൾ നീതി നിഷേധിക്കാൻ പാടില്ല, നീതിരഹിതമായി ന്യായരഹിതമായി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഒരു വാക്കോ പ്രവൃത്തിയോ കാരണമായിട്ട് ഒരാളുടെയും മനസ്സ് വേദനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാള് നമ്മൾ കാരണമായിട്ട് കരയാൻ കാരണമായിട്ടുണ്ട്, നമ്മൾ ഒരാളുടെ കണ്ണിൽ നിന്നും കണ്ണീര് നമ്മൾ കാരണമായിട്ട് ഇറ്റ് വീണിട്ടുണ്ടെങ്കിൽ അവൻ മദ്ലൂമാണ്, മർദ്ദിതനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മർദ്ദിതനായ നിലയിൽ ഒരാൾ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിന്റെ ഇടയിൽ മറയില്ല, ഹിജാബില്ല എന്നുള്ള വളരെ ഗൗരവമുള്ള വാക്കാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഗൗരവം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു കാര്യം പറയേണ്ടത്, സാധാരണ നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന മറയില്ല എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. ഉദാഹരണത്തിന്, ഒരു ആൾ ഒരു മരുഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, അയാളുടെ മുടി ജട പിടിച്ചിട്ടുണ്ട്, പിന്നെ പൊടി പുരണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും അലഞ്ഞ് നിസ്സഹായനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അയാളുടെ ഭക്ഷണം ഹറാമാണ്, വസ്ത്രം ഹറാമാണ്, പാനീയം ഹറാമാണ് എന്നൊക്കെ പറയുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫഅന്നാ യുസ്തജാബു ലഹു, അവന് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ്? അപ്പൊ അതൊക്കെ അവന് ഹിജാബുകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ വന്നു പോകുന്ന ഹറാമുകൾ, ഭക്ഷണത്തിലും നമ്മുടെ സമ്പാദ്യത്തിലും ഒക്കെ വരുന്ന ഹറാമുകൾ പലപ്പോഴും നമ്മുടെ ദുആയുടെയും അള്ളാഹുവിന്റെ ഇടയിലുള്ള ഹിജാബുകളായി, മറകളായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഈ ഹദീസിൽ പറഞ്ഞത്, ഒരാൾ മദ്ലൂമാണെങ്കിൽ, നീതി നിഷേധിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, ഫിസിക്കൽ വയലൻസിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വയലൻസുകൾക്കോ ഇരയാകുന്നു, ഒരാളുടെ ഹക്ക് നമ്മൾ തടഞ്ഞു വെക്കുന്നു, ഒരാളെ നമ്മൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രയാസപ്പെടുത്തുന്നു, നമ്മൾ കാരണം ഒരാൾ വേദനിക്കാൻ കാരണമാകുന്നു, നമ്മൾ കാരണമായിട്ട് ഒരാൾ കരഞ്ഞു പോകാൻ, അയാളുടെ കണ്ണുനീര് വീഴുന്നു എങ്കിൽ അയാൾ മദ്ലൂമാണ്. അയാൾ പ്രാർത്ഥിച്ചാൽ അയാൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അർഹതയും നമ്മൾ നോക്കുമ്പോൾ, അവൻ പ്രാർത്ഥിച്ചാൽ നമുക്ക് പുല്ലാണെന്ന് ചിലർ പറയും. അവൻ നിസ്കരിക്കാത്തവനായിരിക്കും, അവൻ്റെ തൗഹീദ് ശരിയല്ലായിരിക്കും, അവൻ്റെ വിശ്വാസം ശരിയല്ലായിരിക്കും, അവൻ്റെ കർമ്മങ്ങൾ ശരിയല്ലായിരിക്കും, അവൻ പലതരത്തിലുള്ള അനാചാരങ്ങൾ ചെയ്യുന്നവനായിരിക്കും, പലതരത്തിലുള്ള അധാർമികമായ പ്രവൃത്തികളിൽ കഴിയുന്നവനായി, കള്ളുകുടിച്ച് നടക്കുന്നവനായിരിക്കും. എങ്ങനത്തവനാണെങ്കിലും അവൻ ളുൽമിന് ഇരയാകുന്നുണ്ടെങ്കിൽ, നമ്മൾ അയാളോട് ളുൽമ കാണിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ്. ഒരാൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ തന്നെയാണ് ലഅനത്ത് എന്ന് പറയുന്നത്, ശാപം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അയാൾക്ക് ഇതിനുള്ള തിരിച്ചടി കിട്ടണേ, എന്നോട് കാണിച്ച ദ്രോഹത്തിന് അയാൾക്ക് അതിനുള്ളത് നീ കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് യഥാർത്ഥത്തിൽ ശാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരുടെ കണ്ണുനീരിനെ ഭയപ്പെടണം, അവരുടെ പ്രാർത്ഥനയെ ഭയപ്പെടണം. ഇതേ ആശയമുള്ള മറ്റൊരു ഹദീസ് കൂടിയുണ്ട്. സലാഹത്തുൻ ലാ യുറദ്ദു ദുആഉഹും, 3 വിഭാഗം ആളുകളുടെ ദുആ അള്ളാഹു തിരസ്കരിക്കുകയില്ല. അതിലൊന്ന് നീതിമാനായ ഭരണാധികാരിയാണ്, അൽ ഇമാമുൽ ആദിൽ. അതുപോലെ വസ്വാഇമു ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നവരേക്കും അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. പിന്നെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്.
വദഅവതൽ മദ്ലൂം, ഈ മർദ്ദിതന്റെ പ്രാർത്ഥനയാണ്. യർഫഉഹു അല്ലാഹു ഫൗഖൽ ഗമാം, അള്ളാഹു ആ പ്രാർത്ഥനയെ മേഘങ്ങൾക്കും ഇതേ കൂടി ഉയർത്തിക്കൊണ്ടുപോകും. വയഫ്തഹു ലഹാ അബ്വാബുസ് സമാ, ആകാശത്തിന്റെ എല്ലാ വാതിലുകളും ആ ദുആക്ക് വേണ്ടി തുറക്കപ്പെടും. വയഖൂലു റബ്ബു അസ്സ വജൽ, അസീസും ജലാലുമായിട്ടുള്ള റബ്ബ് പറയും, വഇസ്സതി വജലാലി, എന്റെ പ്രതാപവും എന്റെ പ്രൗഢിയുമാണ് സത്യം, ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, കുറച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അസീസും ജലാലുമായ റബ്ബ് പറയും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും നീതിയുടെ പക്ഷത്ത് നിൽക്കുക. നമ്മുടെ തഖ്വാബോധം എന്ന് പറയുമ്പോൾ ആ തഖ്വാബോധത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നീതിബോധം എന്ന് പറയുന്നത്. നീതിബോധമുള്ള നീതിമാന്മാരായിട്ട് ജീവിക്കുക, ഒരാളോട് നീതികേട് കാണിക്കാതിരിക്കുക. നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഇണകൾ, ഇവരോട് ആരോടും അവർക്ക് അർഹതപ്പെട്ട ഒരു നീതിയും ഒരു അവകാശവും നമ്മൾ തടഞ്ഞു വയ്ക്കാൻ പാടില്ല. നമ്മൾ കാരണമായിട്ട് ഒരാളും വേദനിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ദൃഢനിശ്ചയമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നീതിമാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കാരണമായിട്ട് ഒരാളും വേദനിക്കാനും പ്രയാസപ്പെടാനും കണ്ണുനീർ വാർക്കുവാനും ഇടവരാത്ത അവസ്ഥയിൽ അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.